ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിൽ കയറിയിട്ട് ആദ്യം നോക്കിയത് മാവ് പൊന്തി വന്നിട്ടുണ്ടോ എന്നാണ്. കാരണം ഈ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ഞാൻ ആദ്യം പോയി നോക്കുന്നത് അതായിരിക്കും. കാരണം അത് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എനർജി കിട്ടും പോലെയാണ്. കാരണം ജോലികളൊക്കെ ചടപടെ ചെയ്യാൻ ഒരു എനർജി കിട്ടുന്ന പോലെ. അപ്പോൾ ഇന്നത്തെ മാവൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇഡലി സാമ്പാറുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ അങ്ങനെ ഇഡലി അങ്ങനെ ഉണ്ടാകാറില്ല. നിഹക്കുട്ടിക്കാണ് ദോശയോടാണ് താല്പര്യം. അപ്പോൾ ഈ അടുത്തായിട്ട് ദോശയും കഴിച്ച് വെച്ച് കുട്ടിക്ക് മടുപ്പായിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ആൾ വളർന്നു വരുമല്ലേ, അപ്പോൾ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കുന്നതിനോടാണ് താല്പര്യം. അതായത് ഇഡലിയിൽ ഇഞ്ചി, പച്ചമുളക്, വേപ്പിലയൊക്കെ ചേർത്തിട്ട് എണ്ണയൊക്കെ തടവിയിട്ട് അതിനകത്തോട്ട് ഈ മാവൊക്കെ ഒഴിച്ച് അത് വെന്ത് വരുമ്പോൾ ഉള്ള ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ രീതിക്ക് തന്നെ ആക്കിയെടുക്കാൻ വേണ്ടി എത്ര സമയം എടുത്തിട്ടാണെങ്കിലും ഞാനത് ചെയ്തെടുക്കും. അങ്ങനെ ഇഡലിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡലിക്കുള്ള സാമ്പാറിൽ എനിക്ക് കഷ്ണങ്ങൾ അങ്ങനെ കിടക്കുന്നതിനോടാണ് താല്പര്യം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറേ റെസിപ്പീസൊക്കെ സെർച്ച് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് തപ്പിയത്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പം പരിപ്പ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ചേർത്തിട്ട് വിസിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കഷ്ണങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഈ വെന്ത് വന്നിട്ടുള്ള പരിപ്പിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടൊന്ന് തിക്കായിട്ട് വരും. പിന്നെ ഇതിനകത്തോട്ട് സാമ്പാർ പൊടി ചൂടാക്കിയിട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പാർ പൊടി ആകുമ്പോൾ ഓൾറെഡി എല്ലാ ഐറ്റംസ് ഇതിനകത്തുണ്ട്, എന്നാലും ഒന്ന് എക്സ്ട്രാ ടേസ്റ്റിയും ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും കായപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താളിച്ചൊഴിക്കുമ്പോൾ അതിനകത്തോട്ട് എക്സ്ട്രാ ഞാൻ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ജീരകം, കടുക്, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി ചേർത്തിട്ട് താളിച്ചിനകത്തോട്ട് വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. നന്നായിട്ട് സാമ്പാർ തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ എക്സ്ട്രാ ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിച്ചെപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോഴത്തേക്ക് സാമ്പാർ നല്ല കൊഴുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഹക്കുട്ടിക്ക് സാമ്പാർ ഇഡലിയും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടമായി, അവളും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഫോർമാലിറ്റിക്ക് 4 ഇഡലി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇഡലിയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആസ്വദിച്ചിരുന്നായിരുന്നു കഴിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.